നമ്മുടെയൊക്കെ വീട്ടിൽ പണിത്തിരക്കുകൾ കൊണ്ട് വേർത്ത് കുളിച്ച് അടുക്കളയിൽ പണിയോട് പണിയായിട്ട് നിൽക്കുന്ന അമ്മേനെ നോക്കിക്കഴിഞ്ഞാൽ മിക്കപ്പോഴും അമ്മ ഒരു മാക്സിയും പിന്നെ അതുപോലെ തന്നെ വേർപ്പൊക്കെ തുടയ്ക്കാനൊരു തോർത്തും തോളിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു വേഷമായിരിക്കും. അത് നമുക്കൊരു ഫാക്റ്റ് ആക്കിയാലോ? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് അമ്മ എന്ന നോവൽ എഴുതിയത് മാക്സിം ഗോർക്കിയാണ്. അപ്പം നമുക്കുള്ള ചോദ്യം ഇതാണ്, അമ്മ എന്ന നോവൽ ആരുടേതാണ്? അപ്പം അമ്മയെ നമ്മൾ മാക്സിം തോർത്തുമായിട്ടുള്ള ആ വേഷത്തിൽ കാണുന്നു. മാക്സിം തോർത്തും എന്നുള്ളത് മാക്സിം ഗോർക്കി എന്ന് ഓർത്തിരിക്കാം. വേറൊരു രീതിയിലും ഓർക്കാം, മക്കൾ ഏറ്റവും കൂടുതൽ കോർക്കുന്നതും ആരോടാണ്? അമ്മയോടാണ്. അച്ഛനോട് കോർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വിവരം അറിയും. അതുകൊണ്ട് നമ്മൾ മിക്കവാറും അമ്മേനോടായിരിക്കും. അപ്പം മക്കൾ അമ്മേനോടാണ് മാക്സിമം കോർക്കുന്നത്. മാക്സിം കോർക്കി എന്ന് അങ്ങനെ തന്നെ ഓർത്തിരിക്കാം. ഇനി ഇത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അമ്മേനെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ കാണുന്നത് പണിത്തിരക്കിനിടയിലല്ലേ? അടുക്കളയിലുള്ള പണിത്തിരക്കുകൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്രയും വേർത്ത് കുളിച്ച് ക്ഷീണിച്ചൊക്കെ കാണുന്നത്. അപ്പം റഷാവുക, അടുക്കളയിൽ റഷായിട്ട് നിൽക്കുന്ന അമ്മ. അപ്പം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് അമ്മ എന്ന നോവൽ മാക്സിം ഗോർക്കിയാണ് എഴുതിയത്. വീണ്ടും കാണാം. താങ്ക് യു.